ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ ഒരു അവൽ ഉപ്പുമാവാണ്. അപ്പോൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനർ അഥവാ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. കാരണം നമ്മുടെ അവൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഹാർഡായിട്ടിരുന്നാൽ നമ്മുടെ ഉപ്പുമാവ് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല വീട്ടിലിടിച്ചെടുത്ത അവൽ, അങ്ങനെയൊക്കെ നാടൻ അവൽ, ഓർഗാനിക് അവലൊക്കെ കിട്ടുവാണെങ്കിൽ വെള്ളം കുടഞ്ഞ് നന്നായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി. വാഷ് ചെയ്തെടുത്ത് അതിലെ തവിടൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ അതാ അവൽ വാഷ് ചെയ്തെടുത്ത് അതിൽ വെള്ളമാണിത്. ഇതിൽ തവിടുമുണ്ട് ചെളിയുണ്ട്. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ അവലുപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ വേണേലും ഉപയോഗിക്കാം, പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കാം. പീനട്ട്, പച്ച പീനട്ട്, വറുത്ത കടലയല്ല, പച്ച പീനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കടുകൊക്കെ പൊട്ടിച്ച്, നിങ്ങൾക്ക് വെന്ത പീനട്ടിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കൊരു ക്രഞ്ചിനെസ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ വറുത്തെടുക്കുന്നത് കേട്ടോ. കടല വറുത്തെടുക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു പിഞ്ച്, 1-2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ കടലയ്ക്ക് നല്ലൊരു സ്വാദും ഒരു ഉപ്പ് രുചി ഉണ്ടാവും കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് കോരി ഒരു പാത്രത്തിലാക്കി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കടല കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഓയിൽ ഒഴിവാക്കാം. അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ആ ഓയിൽ ഒഴിവാക്കിയതിന് ശേഷം നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീനാക്കി തുടച്ചെടുത്താണ് ഞാൻ. കഴുകിയിട്ടൊന്നുമില്ല. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പട്ട കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു വലിയുള്ളി ഇതുപോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു പൊടി ഇഞ്ചി, കുറച്ച് ഇഞ്ചി മതി ഒരു ഫ്ലേവറിന് വേണ്ടി, കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ, ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, അവൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ നമ്മളിട്ടാലിങ്ങനെ ഒന്നിനൊന്ന് തൊടാതെ വീഴുന്ന പരുവത്തിൽ തന്നെയാണ് കേട്ടോ. ഇനി ഈ അവൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു നട്ടി ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് ആവില്ല ഈ പീനട്ട് ചേർക്കുമ്പോൾ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല പൊടിയായി അരിഞ്ഞ മല്ലിയില ഒരു പിടി അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
മല്ലിയില ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വളരെ ഹെൽത്തിയാണ് ബ്രൗൺ റൈസ് ആയതുകൊണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വെള്ള അരിയുടെ അവലുണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.